ചാറുകറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറുണ്ണാൻ ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ. ഒരു മീൻ മസാല അരപ്പൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫിഷ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ നല്ല കഷ്ണങ്ങളായിട്ട് നല്ല കട്ട്ല ഫിഷിൻ്റെ ഒരു 5-6 പീസ് 5 പീസ് എടുത്തിട്ടുണ്ട്. അതിനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീൻ കഷ്ണത്തിലോട്ട് ഞാൻ നല്ല കറിവേപ്പില, പിന്നെ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇപ്പോൾ എല്ലാം കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഇതൊക്കെ ഇടും. പിന്നെ ഇത് പുരട്ടി വെക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ്. എന്നിട്ട് നമുക്കിതിനെ എല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം തട്ടിപ്പൊത്തി പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അധികം വേണ്ട. അപ്പോൾ മീനൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് നല്ലതായിട്ട് വെളിച്ചെണ്ണ കിടന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പം ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് അതിനെ നല്ല ബ്രൗൺ ആവുന്ന വരെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അതൊന്ന് മൊരിഞ്ഞ് വരണം, നല്ല ബ്രൗൺ ആയിട്ട് വരണം. ഇപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിൽ സവാള ആഡ് ചെയ്യാം. അതിനകത്തോട്ട് നമ്മൾ അരപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മുളക് പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ആ ടൊമാറ്റോയും ഇട്ട് ടൊമാറ്റോയുടെ വെള്ളമയൊക്കെ പോകുന്നവരെ, എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം ആ ഫിഷിനെ. ഇപ്പോൾ കണ്ടോ, ആ ടൊമാറ്റോയൊക്കെ വഴന്ന് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെറിയ തീയിൽ ഇതിനെ വഴറ്റി എടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ആ അരപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ മീൻ കഷ്ണത്തിന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുക്കായി കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം തീയിൽ വേണം, ഒരു 5 to 7 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ഫിഷിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ആ പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അടച്ച് വെച്ച് നമുക്കതിനെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 to 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് ആ മസാലയൊക്കെ മീൻ കഷ്ണങ്ങളിൽ പൊതിഞ്ഞിരിപ്പുണ്ട്. ആഹാ, ചാറുകറി ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളും റെഡിയായില്ലേ ചോറുണ്ണാനായിട്ട്? ഞാൻ ചോറുണ്ണാൻ പോവാണ്. ഒരു മെഴുക്ക് പുരട്ടിയും ആ ഫിഷ് മസാലയും ചേർത്ത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം വളരെ രുചിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു കാര്യം കൂടെ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.